സർക്കാർ നിസ്സംഗമാണ് എന്ന് ഇതിലേക്ക് ഈ വിഷയം ചുരുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിസ്സംഗതയല്ല, ഇത് കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തതാണ്. കെടുകാര്യസ്ഥത എന്നുള്ള വാക്കായിരിക്കും കുറച്ചുകൂടി ചേരുക. ഇത്രയും കാലമായിട്ടും ഒന്നും ചെയ്ത് തീർക്കാൻ കഴിയാത്ത ഒരു സർക്കാർ സംവിധാനം, ഇതിൽ ദുരിതബാധിതരെ എന്താണ് അവരോട് കാണിക്കുന്ന സമീപനം എന്നുള്ളത് നമ്മൾ പലതവണ പല ചർച്ചകളിലായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ ദുരിതം കണ്ട് സഹായിച്ച ജനങ്ങളും കൂടി ഇപ്പോൾ പരിഹസിക്കപ്പെട്ട് നിൽക്കുകയാണ്. നമ്മളടക്കം ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഒരു സഹായത്തിനായി വയനാടിൻ്റെ ദുരിതം കണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ഓരോ സിംഗിൾ കോൺട്രിബ്യൂട്ടറെയും പരിഹസിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വാർഷികമാണ്. ആ വാർഷികമാകുമ്പോഴേക്കും ഇവിടെ തറക്കല്ലിടാൻ പോവുകയാണ്. തറക്കല്ലിട്ട് കഴിഞ്ഞ് എപ്പോഴത്തേക്കാണ് ഈ ടൗൺഷിപ്പ് വരിക? ആ ടൗൺഷിപ്പിൽ താമസിക്കാൻ പോകുന്നത് എത്ര പേരാണ് എന്ന് ചോദിച്ചാൽ നെടുമ്പാല എസ്റ്റേറ്റ് ഒന്നും ആവശ്യം വരില്ല എന്നതാണ് സർക്കാർ ഇപ്പോഴേ ഹൈക്കോടതിയിൽ പറയുന്നത്. കാരണം എൽസ്റ്റഡിൽ ഉണ്ടാക്കാൻ പോകുന്ന എസ്റ്റേറ്റിൽ തന്നെ താമസിക്കാൻ എത്ര പേർ കാണും? കളക്ടർ 2 ദിവസമായി ഇരുന്ന് സിറ്റിംഗ് നടത്തുന്നുണ്ട്. ആ സിറ്റിംഗായി നടക്കുന്നു എന്നല്ലാതെ ആർക്കും അതിൽ താമസിക്കാനോ അതിനുള്ള ഒരു താല്പര്യവുമില്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ഒരു വ്യക്തത കുറവുണ്ട്. ആ വ്യക്തത കുറവ് എന്നുള്ളത് വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്താണ് എല്ലാ തെറ്റുമെന്ന് നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തെറ്റിനെ കൂടുതലായി ചൂണ്ടിക്കാട്ടാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട്. ഇവിടെ പുനരധിവാസത്തിനായി എത്തിയ സംഘടനകളെ, വ്യക്തികളെ, സർക്കാരുകളെ ഒക്കെ നെഗറ്റീവാക്കി വിടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നുള്ളത് നേരത്തെ മുതൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.